അമ്മ എന്നാ പോയിട്ട് വരട്ടെ മോളെ. അമ്മു ചേച്ചി പോവാണോ? ആ, തൊഴിലുറപ്പുണ്ട് മോളെ. നിങ്ങൾക്ക് ഓഗസ്റ്റ് 10-നല്ലേ പ്രോഗ്രാം? അവൾ എപ്പോഴേ നിങ്ങളെയും കാത്ത് വിളക്കും കത്തിച്ചിരിക്കുന്നു. എങ്കിൽ ചെല്ലു മക്കളങ്ങാട്ട്. അമ്മു, നീ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ? ആ സറപ്പല്ലേ. സുശീലൻ ചേട്ടന് ഇതെന്ത് പറ്റി? ഇന്നൊരു മൂഡില്ലല്ലോ കളിക്കാന്. എങ്ങനെ മൂഡ് വരാനാ? ഇന്നലെ കോട്ട കിട്ടി കാണും, അടിച്ച് പിറ്റായി കാണും. സുശീലൻ ചേട്ടനെ പോലെ വല്ല വട്ടാളത്തിലും ആയിരിക്കണമായിരുന്നു. വല്ല പെൻഷനെങ്കിലും മേടിച്ച് ജീവിക്കായിരുന്നു. നമുക്കൊന്ന് കൂടാടേ. ഇന്നലെ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇയാളെ കളിയാണാടേ. തമ്പിച്ചേട്ടോ, ഓമനെ സുഖമാണോ? ഓ എന്ത് സുഖം. നിന്റെ കെട്ടിയോ പിന്നെ വന്നില്ലേ? ഓ, അയാള് കളഞ്ഞിട്ട് പോയെന്നേ. ഓ, അയാളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ചേട്ടാ. ഓമനെ, ജോലിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിലോട്ട് പോരെ. അവളവിടെ ഇല്ല. തോന്നിവാസം പറഞ്ഞാ പല്ലടിച്ചെറിപ്പിക്കും. പോട്ടടി ഓമനെ, ഒന്നുമില്ലല്ലോ. അവൻ നിന്റെ മുറിച്ചെറുക്കനല്ലേ, വിട്ടുകളാ. ഓ മുണച്ചെണുക്കൻ. മോളെ അമ്മു, അമ്മയുടെ കൂടെ തൊഴിലുറപ്പിന് വരുന്ന രജനി ചേച്ചിയെ മോക്ക് അറിഞ്ഞൂടെ? അവളുടെ മോളുടെ മുഖത്ത് കൂടെ പഠിക്കുന്ന പയ്യൻ എങ്ങാണ്ട് ആസിട്ടെടുത്ത് ഒഴിച്ചെന്ന്. ഇന്ന് അതുകൊണ്ട് ജോലിയില്ല. അമ്മയ്ക്ക് വയ്യ മോളെ. മോനെ ആദി, നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? എണീറ്റ് ചായ കുടിക്കടാ. പുൽവാമ രക്തസാക്ഷികൾക്ക് പുഷ്പാഞ്ജലിയുമായി രാഹുൽ. ഗവേഷണ പ്രബന്ധ മൂല്യനിർണയത്തിലും സ്വാധീനം. ലഹരിക്കടിമയായ മകൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു. അമ്മ, ഞാൻ കോളേജിലേക്ക് പോണേ. മോനെ ആദി, കാപ്പി കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ഞാൻ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. ഹോട്ടലിൽ നിന്ന് വല്ല ഷവായി ഷവർമയൊക്കെ മേടിച്ച് കഴിച്ച് ചത്തു പോവാടാ, ചത്തു പോവും. ഓ, നാശം പിടിച്ച വലിയമ്മ. മാറാൻ പറ്റുന്ന സംസാരമേ സംസാരിക്കുള്ളൂ. അച്ഛാ, നാളെ എനിക്കൊരു 5000 രൂപ വേണം. എന്തിനാടാ കാശ്? എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന്, എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. അമ്മേ, കാപ്പി എടുത്തു വെക്കട്ടെ? ആ, എടുത്തു വയ്ക്ക്. ഇപ്പോഴത്തെ പിള്ളേരുടെ മോട്ടോർ സൈക്കിളിൽ പോക്കേ എത്ര എണ്ണവാ ചത്തു തൊലയുന്നേ. അനുഭവം വരുമ്പോഴേ പഠിക്കൂ. എന്തു ഏട്ടാ ഇത്ര ലേറ്റ്? ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുക. ഗുളികൻ കിട്ടാതെ വരാൻ പറ്റുവാടാ. ഞാൻ ഇന്ന് ഇതിനു വേണ്ടി കോളേജിൽ പോലും പോയില്ല. ഈ ഗുളികനെ അല്പം വില കൂടുതലാ. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മിഠായിയും ഈ പൊതിയിലുണ്ട്. ശരിയെന്നാ. അച്ഛമ്മേ, ചായ കൊണ്ടുവരട്ടെ? ഓ, ചായ വേണ്ടടി കൊച്ചേ. നിന്റെ അമ്മ എവിടെ പോയതാ?
ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ പോവാനാ? ആദ്യം ഇതുവരെ കോളേജ് വിട്ട് വന്നില്ലേ? ഇല്ല അച്ഛമ്മേ. എനിക്കൊരു സംശയം. അവൻ താമസിച്ചേ പോകൂ, താമസിച്ചേ വരൂ. അവൻ കുഞ്ഞല്ലേ, പഠിക്കാൻ ഒത്തിരി ഇല്ലേ? അതൊക്കെ എൻ്റെ സുകുമാരൻ. ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ഇല്ലായിരുന്നു. അതൊക്കെ പഴയ കാലമല്ലേ അച്ഛമ്മേ. കാലം മാറിയത് അച്ഛമ്മ അറിഞ്ഞില്ലേ? കാലം മാറിയെന്ന് വെച്ച് കോലം മാറുമോടി? എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ആദ്യമോൻ എന്ത് ചെയ്തെന്നാ? ഓ, ഒന്നും ചെയ്തില്ല. നല്ല പിള്ള. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്തൊരു ചൂടായത്. പോയ കാര്യം എന്തായി? എന്താകാനാ, അടുത്ത ആഴ്ച അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞമ്മ. അച്ഛ എവിടെ പോയ കാര്യോ പറയണേ? നിന്നെ കാണാനേ ഒരു പയ്യൻ വരുന്നുണ്ട്. എന്നെ കാണാനോ? ഉം, പോ അച്ഛാ, തമാശ പറയാതെ. നല്ലൊരു ചെറുക്കൻ. ചെറുക്കനോ? ഏത് ചെറുക്കൻ? മോളെ അച്ചു, നീ എന്നും ഇങ്ങനെ നിന്നാ മതിയോ? നിനക്ക് വേണ്ടി ഒരു ജീവിതം. ജീവിതം? അച്ഛനും അമ്മയും അച്ഛമ്മയും കൂടി ഒരു രഹസ്യ അജണ്ടയായിരുന്നു ഇത് അല്ലേ? മോളെ, അത് പിന്നെ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഏതോ. വേണ്ട അച്ഛാ, മതി. ഭർത്താവ്, കുട്ടികൾ, കുടുംബം ഇതൊക്കെ ആഗ്രഹിച്ച് ഒരിക്കൽ ഞാൻ ഒരാളെ കണ്ടെത്തി. നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിനും അവൻ നിന്നെ കളഞ്ഞിട്ട് പോയതിനും ഞങ്ങളാരും കുറ്റക്കാരല്ലല്ലോ. ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരി. ഞാൻ തന്നെയാണ് എല്ലാത്തിനും കുറ്റക്കാരി. ദൈവത്തെ ഓർത്ത് എന്നെ ആരും ഒന്നിനും നിർബന്ധിക്കരുത്. അമ്മ അവളെ വെറുതെ വിഷമിപ്പിക്കാതിരി. എന്തൊരു ചൂടാ. ചെറുക്കൻ എങ്ങനുണ്ട്? കുഴപ്പമില്ലമ്മ. ആദി, നിക്കടാ അവിടെ. നീ എന്താ കോളേജ് വിട്ടുവരെ എത്ര ലേറ്റായത്? നേരത്തെ വന്നിട്ട് ഇവിടെ എന്തോ ഉണ്ടാക്കാനാ? ദേ, അച്ഛനായാലും അമ്മയായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ കാര്യത്തിൽ ഇവിടെ ആരും ഇടപെടണ്ട. ആദി, സുകുമാരോ, മക്കള് തന്നോളം വളർന്നാ താനെന്ന് വിളിക്കണം. കൃഷ്ണ, ശംഭോ, മഹാദേവാ, അനുഭവിച്ചോ? അമ്മോ, എന്താ ആദ്യേട്ടാ? ഞാൻ ഒരു പൊതി തരാം. സ്കൂളിന്റെ അടുത്തുള്ള രാപ്പണന്റെ കടയിൽ കൊടുക്കണം. നമ്മളതിന് ആ വഴി കൂടി അല്ലല്ലോ പോകുന്നത്. അല്ലേലും ആര് പുതിയ തന്നാലും വാങ്ങരുതെന്നാ നിയമം. എന്ത് നിയമം? നിന്നെ ഞാൻ എടുത്തോളാടി. നീ എടുത്താ പൊങ്ങൂല മോനെ. അമ്മു, എന്താ ഇവനായിട്ടൊരു കൂട്ടുകെട്ട്? ഇവൻ ആളത്ര ശരിയല്ല. ഇവൻ കാരണമല്ലേ നിന്റെ 3 ഫ്രണ്ട്സും പോയത്. ഇവന് മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധമുണ്ടെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. നമസ്കാരം. വരണം മാഷേ, വരണം. ഇങ്ങോട്ടിരിക്കണം മാഷേ. ശരി ശരി. എന്താണ് വിശേഷം? മാഷെ കണ്ടിട്ട് കുറെ നാളായല്ലോ. പെൻഷനായാൽ പിന്നെ ഞാൻ എങ്ങോട്ട് ഇറങ്ങാറില്ല. മോനും മോളും ഒക്കെ? മോനും മോളും ഡോക്ടറാ. പിന്നെ ഞാനും കിളവിയും വീട്ടിൽ തന്നെയാ. ഓ, അത് ശരി. ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ മാഷേ, പറഞ്ഞോളൂ. ഒന്നുമില്ല, താൻ ഗൾഫിലും മറ്റും പോയി ധാരാളം സമ്പാദിച്ചു. ശേഷം കൃഷിയും മറ്റു കാര്യങ്ങളുമായി കഴിയുമ്പോൾ. മാഷ് പറഞ്ഞു വരുന്നത്?
തൻ്റെ മകൻ കോളേജിലല്ലേ? അതെ. ചില അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ മാഫിയയുമായുള്ള ബന്ധവുമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണതിൻ്റെ? മാഷേ, അപ്പം ഞാൻ ഊഹിച്ചത് ശരിയാണ്. തൻ്റെ മകന് മാഫിയകളുമായുള്ള ബന്ധം അത് സൂക്ഷ്മമായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇനി അവനെ ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് ശ്രമിച്ചൂടെ? പിന്നെ നേരം സന്ധ്യയാകുന്നു, ഞാൻ ഇറങ്ങട്ടെ. ശരി മാഷേ. ഹലോ. ആഹാ പറയടാ. എന്ത്? ഇല്ല, അയക്കാൻ പറ്റൂല. വാ, വീട്ടിൽ കയറിയിട്ട് പോവാം. എടി, നിനക്കെന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? എന്താ കാര്യം? എടി, നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ ആദിയുടെ കൂടെ കൂടി നശിക്കത്തൊന്നുമില്ല. അമ്മു, നീ 8ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. നിനക്ക് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം. എടി, നിനക്ക് എന്തറിയാന്നാ നീ പറയുന്നേ? എന്തായാലും ഞങ്ങൾ ഈ ലഹരിക്കും മറ്റും എതിരാ. ആദ്യ തന്നുവിടുന്ന മയക്കുമരുന്ന് പൊതികൾ ഞാൻ ഞങ്ങളുടെ പഴയ കിണറ്റിൽ എറിഞ്ഞിട്ട് പകരം കൂവപ്പൊടിയാ കൊണ്ടു കൊടുക്കുന്നത്. മിടുക്കി. പക്ഷേ ഇത് ആദ്യം കൂട്ടരും പറഞ്ഞാൽ നിന്റെ കാര്യം പോക്കാം. ഇക്കാര്യം നിന്റെ അമ്മയ്ക്കറിയാമോ? അറിയില്ല. ഞാൻ എല്ലാം അമ്മയോട് പറയാൻ പോവുക. ശരിയടി, എന്നാ നാളെ കാണാം. ഒത്തിരി വൈകി. ശരി. ആദി, നിൽക്കവിടെ. എന്താച്ചാ? അലമാരയിലിരുന്ന 50,000 രൂപ നീ എടുത്തോ? ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ ആ പണം ആവിയായി പോയോ? ഇവിടെ ആരും എടുത്തിട്ടുമില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഇവനായിരിക്കും, ഇവൻ തന്നെ ആയിരിക്കും എടുത്തിട്ടുള്ളത്. ഇവന്റെ പോക്കത്ര ശരിയൊന്നും അല്ല. ദേ ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി നല്ലവളാണോ? ചുമ്മാ അല്ല കെട്ടിയവൻ കളഞ്ഞിട്ട് പോയെ. ആദി, നീ എന്താടാ പറഞ്ഞേ? അച്ഛനാണെന്നും ഞാൻ നോക്കത്തില്ല. ഇനി എന്നെ തൊട്ട വിവരം അറിയും. അറബി നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടതിന്റെ കൂലിയാടാ. തായ് ചൊല്ലി കേക്കാത്ത വവ്വാല് കീഴ്മേൽ തൂങ്ങും. നന്നാ പണഞ്ഞ് മക്കളൊന്നേ ഉള്ളെങ്കിലും ഒലക്കടിച്ച് വളർത്തണമെന്ന്. അനുഭവിച്ചോ? ആദി, എന്താ മോനെ നീ ഒന്നും കഴിക്കാതെ നടക്കണേ? ആരോടാ നിനക്കിത്ര ദേഷ്യം? മോനെ വാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എനിക്കൊന്നും വേണ്ട. വേണം. കുഞ്ഞുനാളിൽ ഇതുപോലെ ആഹാരം വേണ്ടാന്ന് പറഞ്ഞ് നീ നടന്നപ്പോ, നിർബന്ധം പിടിച്ചിരിക്കുമ്പോ ഈ ചേച്ചി നിനക്ക് പാട്ടുപാടി ചോറ് വാരി തരുന്നത് ഓർമ്മയുണ്ടോ? എനിക്കറിയത്തില്ല. അതേപോലെ ഈ ചേച്ചി എന്റെ മോന് ചോറ് വാരി തരട്ടെ? അതിന് ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. എനിക്ക് നീ ഇപ്പോഴും ആ കുഞ്ഞനുജനല്ലേടാ. നീ നിക്ക്, ഞാൻ ഇപ്പൊ വരാം.
ആദി ആദി അമ്മേ 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 ആദി മോളെ എന്താ മോളെ ഇത്? അച്ഛാ അച്ഛൻ ഇവനുണ്ടല്ലോ ഇവൻ എന്നെ ഞാൻ എങ്ങനെ അച്ഛനോട് ഇത് പറയാ? ഇവൻ മയക്കുമരുന്നിന് അടിമയാണ് അച്ഛാ. ഇവൻ എന്റെ സഹോദരനാണോ? മൃഗമാണ് അച്ഛാ, മൃഗം. മോളെ വിഷമിക്കാതിരിക്കുക, കരയല്ലേ, കരയാതിരിക്കുക. ഇങ്ങോട്ട് വാടാ. ഇന്ന് ഞാൻ അല്ല, ഈ വീട്ടിൽ എന്തുവാ സംഭവിച്ചേ? അച്ഛമ്മ ഒന്നും മിണ്ടാതിരിക്കേ. നീ ആരാടി എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ? എന്റെ ആദ്യമൻ പോയിട്ട് ഇന്നേക്ക് 2 ദിവസമായി, ഒരു വിവരവും ഇല്ല. അവ ഇങ്ങ് വരും, എവിടെ പോവാനാ? ആ എന്തുണ്ട് ശേഖര, വരണം. ആ എന്തൊക്കെയുണ്ട് ശേഖര വിശേഷങ്ങൾ? അപ്പൊ ചേട്ടൊന്നും അറിഞ്ഞില്ലേ? എന്താ ശേഖരമാമ? നമ്മുടെ കലിങ്ങിന്റെ അടിയിലെ ഒരു ശവം. ശവമോ? ഓമനയുടെ മോൾ അമ്മുവിന്റെയാ. ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കല്ലേ? ചത്തതല്ല, കൊന്നതാ. മയക്കുമരുന്ന് മാഫിയക്കാരാണെന്നാ ജനസംസാരം. എന്നാലും ആദ്യമോൻ ഇന്നലെ എവിടെ പോയതാ? ഒരു വിവരമില്ലല്ലോ ദൈവമേ. ഇപ്പോഴത്തെ പിള്ളേരെ കുറിച്ച് ഒന്നും പറയാനില്ല. വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് മരണം. അമ്മേ, എന്തിനാ ഈ അറം പറ്റുന്ന വാക്കുകൾ പറയുന്നത്? അച്ഛന്റെ ഫോൺ അടിക്കുന്നു. ഹലോ, അതെ സുകുമാരനാണ്. എന്താ സാർ, പോലീസ് സ്റ്റേഷനിൽ നിന്നോ? എന്ത്? എന്താ? എന്റെ ദൈവമേ, ആരാ വിളിച്ചേ? മോനെ ആരാടാ?
എല്ലാം പോയി. നമ്മുടെ പോരാതി ആദിക്ക് എന്ത് പറ്റി? ഒരു ബൈക്ക് ആക്സിഡന്റ് പെട്ട അക്കുമടിച്ച് എല്ലാം തീർന്നു. എന്റെ പൊന്നു പോലെ ആദി. അയ്യോ എല്ലാം തീർന്നേ.